നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെ ഓഗസ്റ്റ് മാസം 8-ാം തീയതി വെള്ളിയാഴ്ച എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, കിസാൻ സമ്മാൻ നിധിയുടെ 20 ഇൻസ്റ്റാൾമെൻറ്റുകൾ നമുക്ക് ലഭിച്ചു. അതായത് 40,000 രൂപ നമുക്ക് ലഭിച്ചു. 21ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് മുതൽ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ID ജനറേറ്റ് ചെയ്തിരിക്കണം. അത് മറ്റൊന്നുമല്ല, കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾക്ക് ഒരു ID, ഒരു തിരിച്ചറിയൽ നമ്പർ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇത് ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ വഴി മാത്രമായിരുന്നുവെങ്കിൽ പിന്നീട് ഇത് കോമൺ സർവീസ് സെൻ്ററിലേക്കും അക്ഷയയിലേക്കുമെല്ലാം വ്യാപിച്ചു. എന്നാൽ ഇടയ്ക്ക് വെച്ച്, അതായത് ഈ ഏറ്റവും അവസാനം ജൂലൈ 31 അവസാന തീയതി, ആ സമയത്തിന് മുൻപ് തന്നെ ഈ സൈറ്റ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അത് പ്രത്യേക വേരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സൈറ്റ് അപ്ഡേഷനോ മറ്റെന്തെങ്കിലുമൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെയാണ് എന്നൊക്കെയാണ് വിവിധ അറിയിപ്പുകൾ വരുന്നത്. പക്ഷേ ഇതൊന്നും നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഇനി സൈറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മളിത് വീണ്ടും ചെയ്യേണ്ടത് ആവശ്യമാണ്. 21ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് മുതൽ ഇത് നിർബന്ധവുമാണ്. ഇനി സൈറ്റ് അത്രയും നാൾ ഓപ്പൺ ആയില്ല എങ്കിൽ പ്രശ്നമില്ല, അല്ല എങ്കിൽ ഇത് തീർച്ചയായിട്ടും കർഷകർ ചെയ്തിരിക്കണം. ഒരുപാട് കർഷകർ ഇനിയും അത് പൂർത്തിയാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ തുടർന്നുള്ള വിവിധ ആനുകൂല്യങ്ങൾ അക്കൗണ്ടിലേക്ക്, കൈകളിലേക്ക് ലഭിക്കുകയുള്ളൂ. വളം സബ്സിഡി, വിള ഇൻഷുറൻസ്, അതോടൊപ്പം തന്നെ കാർഷിക ലോണുകൾ, ഇവയ്ക്കെല്ലാം തന്നെ ഈ ID പിന്നീട് ആവശ്യമായിട്ട് വരികയും ചെയ്യും. അത് കർഷകരെ ഒരു പ്രത്യേക, അതായത് ഓരോ കർഷകനും ഓരോ നമ്പർ നൽകി പ്രത്യേക വേരിഫിക്കേഷൻ, ഇതാണ് ഇതിലൂടെയെല്ലാം സർക്കാർ ഉദ്ദേശിക്കുന്നത്. അനർഹമായിട്ട് ആനുകൂല്യം ആരും കൈക്കലാക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രത്യേക കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ട്, പ്രത്യേകമായിട്ട് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഈ ഒരു വേരിഫിക്കേഷൻ. അപ്പോൾ കരമടച്ച രസീത്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ, ഇവയൊക്കെ ആയിട്ടാണ് ഇത് എത്തിച്ചേർന്ന് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഓൺലൈൻ സർവീസ് സെൻ്ററിൽ കൃത്യമായിട്ടൊന്ന് വിളിച്ച് അന്വേഷിക്കുക. സൈറ്റ് ഓപ്പൺ ആണെങ്കിൽ ചെയ്യുന്ന കാര്യം പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മുൻപൊരിക്കൽ ഇത് ചെയ്തിട്ടുള്ളവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ഇപ്പോൾ അപ്ഡേഷൻ വന്നിട്ടുണ്ടാകും. ഇതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ തന്നെ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ മറക്കാതെ ഒന്ന് കണ്ട് കാര്യങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ APL വിഭാഗത്തിലെയും BPL വിഭാഗത്തിലെയും റേഷൻ കാർഡുകൾക്കാണ് ഈ മാസം സ്പെഷ്യൽ അരി അനുവദിച്ചിട്ടുള്ളത്. സാധാരണ നമുക്ക് എല്ലാ മാസങ്ങളിലും ലഭിക്കുന്ന അരി വിഹിതം അറിയാം. ഇതുകൂടാതെ ഈ മാസം അനുവദിച്ചിട്ടുള്ള അരി എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. BPL റേഷൻ കാർഡ് ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ 5 കിലോയാണ് സ്പെഷ്യൽ അരി ലഭിക്കുന്നത്. അത് 10 രൂപ 90 പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക. ഇനി അടുത്തതായിട്ട് APL നീല റേഷൻ കാർഡ്, ഇത് സബ്സിഡി കാർഡാണ്. ഇത്തരം സബ്സിഡി കാർഡുകൾക്ക് ഈ മാസം 10 കിലോ സ്പെഷ്യൽ അരി ഉണ്ട്. ഓണം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. വെള്ള റേഷൻ കാർഡ് ആണെങ്കിൽ അവർക്ക് മൊത്തം 15 കിലോ അരിയാണ് ഈ മാസം ലഭിക്കുക. 10 രൂപ 90 പൈസ നിരക്കിലായിരിക്കും അരിയുടെ വിതരണം നടക്കുക. ഇനി അതോടൊപ്പം തന്നെ ഇപ്പോൾ ത്രൈമാസ മണ്ണെണ്ണ വിതരണം നടക്കുന്നുണ്ട്. ഈ മണ്ണെണ്ണ വാങ്ങാനുള്ളവർക്ക് കടയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതുകൂടി വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. 6 ലിറ്റർ മണ്ണെണ്ണയായിരിക്കും ലഭിക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ കേരള ഘടകം നമ്മളുടെ സംസ്ഥാനത്തെ മുതിർന്ന പൗരന്മാർക്ക്, പ്രത്യേകിച്ച് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കൊക്കെ ന്യൂമോണിയ പോലുള്ള ഗുരുതര രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനേഷൻ അത് നിർബന്ധമാക്കണമെന്ന്, അതിന് സർക്കാരിൻ്റെ ഒരു പ്രത്യേക സാമ്പത്തിക സഹായം, അല്ലെങ്കിൽ സർക്കാർ മുൻകൈയെടുത്ത്, ആരോഗ്യവകുപ്പ് മുൻകൈയെടുത്ത് പ്രത്യേക ഒരു നിരക്കിൽ വിതരണം ചെയ്യുമെന്നുള്ളൊരു അഭ്യർത്ഥന ഉൾപ്പെടെ ഇപ്പോൾ IMA സ്വീകരിച്ചിട്ടുണ്ട്. ഇതിലുള്ള എല്ലാ നടപടികളും സർക്കാരിൻ്റെ പക്കലേക്ക് ഇവർ ശുപാർശ ചെയ്യും. കാരണം മറ്റൊന്നുമില്ല, ഗുരുതര രോഗങ്ങൾ പ്രത്യേകമായിട്ട് പ്രത്യക്ഷപ്പെടുന്നതും അതോടൊപ്പം തന്നെ രോഗലക്ഷണങ്ങൾ കൂടുതൽ ഗുരുതര സ്വഭാവമുള്ളതായി മാറുന്ന ഒരു കാലഘട്ടമാണ് ഈ 60 വയസ്സിനൊക്കെ മുകളിൽ പ്രായമെത്തുമ്പോൾ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രസ്താവിച്ചുകൊണ്ടാണ് ഇപ്പോൾ IMA ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് മാത്രമല്ല വിവിധ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളെന്ന് മനസ്സിലാക്കി വെക്കുക. പ്രതിരോധ വാക്സിനേഷൻ മുതിർന്ന പൗരന്മാർക്കും സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.